കശുവണ്ടിയുടെയും കരിമണലിൻ്റെയും നാടായ കൊല്ലത്ത് ഒരുപാട് ചരിത്ര സ്മരണകളും ഉറങ്ങുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഇടതുപക്ഷത്തെയും ഐക്യജനാധിപത്യ മുന്നണിയെയും തുണച്ച ചരിത്രമാണ് കൊല്ലത്തിനുള്ളത്. മറ്റൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൂടിയെത്തുമ്പോൾ മണ്ഡലം പിടിക്കാൻ ഉറച്ചാണ് മുന്നണികൾ പ്രചാരണ രംഗത്ത് സജീവമായിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച എൻ കെ പ്രേമചന്ദ്രൻ തന്നെയാണ് ഇക്കുറിയും UDFിന്റെ സ്ഥാനാർത്ഥി. ഇടതുമുന്നണി വിട്ട RSP UDFിലെത്തിയ ശേഷം നടക്കുന്ന രണ്ടാമത്തെ മത്സരം. മികച്ച MP എന്ന നേട്ടവും കഴിഞ്ഞ 5 വർഷക്കാലം നടത്തിയ വികസന പ്രവർത്തനങ്ങളും വോട്ടാകുമെന്നാണ് UDFിന്റെ കണക്കുകൂട്ടൽ. പ്രേമചന്ദ്രൻ ജ്വലിച്ചു നിൽക്കും കർമ്മപഥങ്ങളിൽ കരുത്തരായൊരു സമരഭടൻ. രാവിലെ 8 മണിക്കാണ് പ്രചാരണം ആരംഭിക്കുന്നത്. തുറന്ന വാഹനത്തിൽ വോട്ടർമാരെ അഭിവാദ്യം ചെയ്ത സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പ്രചാരണം രാത്രി വരെ നീളും. BJPയെയും CPMനെയും കടന്നാക്രമിച്ചുള്ള പ്രസംഗങ്ങൾ. ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ മൺവെട്ടിയും മൺകോരിയും അടയാളത്തിൽ രേഖപ്പെടുത്തി നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്ന് വിനയപുരസ്സരം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, അപേക്ഷിക്കുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഷ്ട്രീയമായ ഒരു സംവാദത്തിന് CPM തയ്യാറാവുന്നില്ല. മാത്രമല്ല, ഞാനിപ്പോൾ ഏറ്റവും ഒടുവിൽ അറിഞ്ഞത് ഇപ്പോൾ വ്യക്തിഹത്യ നടത്തി ആദ്യം സംഘി എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം 2014 വിളിച്ച പദപ്രയോഗത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് രണ്ടാമത് പറഞ്ഞുകൊണ്ട് ആ ഒരു നെറിയുടെയും നെറിയേടിൻ്റെയും രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം മതപരമായ വിദ്വേഷം ഉണ്ടാക്കുന്ന നിലയിൽ പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. അത് വാർത്തയാണ്. നടത്തിയ പ്രചരണങ്ങളിൽ നിന്നും ജനങ്ങളുമായിട്ടുള്ള അഭിമുഖത്തിൽ നിന്നും പ്രതികരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് വിസ്മയകരമായ പിന്തുണയാണ് സത്യത്തിൽ പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സാമൂഹ്യ വിഭാഗത്തിൽ നിന്ന് മാത്രമല്ല, മൊത്തത്തിൽ ഒരു അനുകൂലമായ പ്രതികരണം നല്ലതുപോലെ പ്രതിഫലിക്കുന്നുണ്ട്. അത് ഒരുപാട് കാര്യങ്ങളുണ്ട്, എനിക്കറിയാം. നമുക്കെല്ലാം അറിയുന്നത് ഒന്ന്, ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം തന്നെയാണ്. ദേശീയ തലത്തിലൊരു മതേതര ജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരണം, ജനപക്ഷ ഗവൺമെൻറ് അധികാരത്തിൽ വരണം, വിശ്വാസപരമായ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയിൽ സംരക്ഷിക്കാൻ കഴിയുന്നൊരു മതേതര ഗവൺമെൻറ് രാജ്യത്തുണ്ടാകണമെന്ന നിർബന്ധിതമായ താല്പര്യം പൊതുസമൂഹത്തിലുണ്ടായിരിക്കുന്നു. ഒന്ന്. രണ്ട്, കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഈ ഗവൺമെൻറ്റിൻ്റെ ചെയ്തികൾ ജനത്തിൽ വെറുപ്പും അറപ്പും ഉളവാക്കുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ് പല ഘട്ടങ്ങളിലും ചെയ്തിട്ടുള്ളത്. ഞാൻ ഓരോ വിഷയങ്ങളായി പ്രത്യേകം വിശദീകരിക്കുന്നില്ല. ഭരണപരാജയത്തിൻ്റെ 1000 ദിവസങ്ങളായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങൾ. ഓഖി ദുരന്തമായാലും പ്രളയമായാലും കർഷക ആത്മഹത്യയായാലും എല്ലാ രംഗത്തും കെടുകാര്യസ്ഥതയുടെയും പിടിപ്പുകേടിൻ്റെയും അവസ്ഥകളായിരുന്നു. ഇതിൻ്റെയൊക്കെ ദുരിതം നല്ലതുപോലെ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. കൂടാതെയാണ് രാഷ്ട്രീയ കൊലപാതകങ്ങൾ, ക്രമസമാധാന തകർച്ച, സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കുമെതിരായി ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രൂപത്തിലുള്ള അതിക്രമങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പീഡന കേസുകളിലൊക്കെ പ്രതിസ്ഥാനത്ത് വരുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെ വരുന്നു. ഒരു വല്ലാത്ത സാമൂഹ്യ അന്തരീക്ഷത്തിലേക്ക് കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തീർച്ചയായും പ്രതിഫലിക്കും. പ്ലസ് ഇതിനോടൊപ്പം 5 വർഷം പാർലമെൻറ്റ് അംഗമെന്ന നിലയിൽ ഈ നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, പാർലമെൻറ്റിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇത് നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇത് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നത് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി KN ബാലഗോപാലാണ്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മത്സരമായിരിക്കും മണ്ഡലത്തിൽ ഉണ്ടാവുക എന്നാണ് ഒരു പൊതു വിലയിരുത്തലുണ്ടാവുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കുമോ മത്സരം? ഏത് മത്സരമാണ് ശക്തമായ മത്സരമല്ലാത്തത്? MA ബേബി ഞാനുമായിട്ട് മത്സരിച്ച് ശക്തമായ മത്സരമല്ലെന്ന് പറയാൻ കഴിയും. അങ്ങനെ ഒരിക്കലും ഒരു വ്യക്തിയെ ആശ്രയിച്ച് മാത്രം അത് ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതിന് രാഷ്ട്രീയ പ്രശ്നങ്ങളാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. ആ രാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം സ്ഥാനാർത്ഥിയും പരിഗണിക്കപ്പെടും. സ്വാഭാവികമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ഥാനാർത്ഥിയും പരിഗണിക്കപ്പെടും. MA ബേബി അവരുടെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു. ഏറ്റവും അവർക്ക് നിർത്താൻ കഴിയുന്ന ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള സ്ഥാനാർത്ഥിയുമായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ മത്സരിച്ചത്. അപ്പോൾ മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി എന്ന് പറയുമ്പം MA ബേബി മെച്ചപ്പെട്ട സ്ഥാനാർത്ഥി അല്ലായിരുന്നു എന്നൊരു പരോക്ഷമായ അർത്ഥം പലപ്പോഴും അവർ തന്നെയാണിത് പ്രചരിപ്പിക്കുന്നത്.
ആവേശോജ്വലമായ സ്വീകരണം, കൃത്യമായ സ്വീകരണം ഇവിടെ നൽകിയ സ്വീകരണത്തിന് നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുജനസേവനമെന്നും ജീവിത സ്പന്ദനമാക്കിയ നേതാവേ, അവകാശങ്ങൾ നേടിയെടുക്കാൻ നേരിൻ പാതയിൽ നിന്നവനെ. ഈ പ്രചാരണം സജീവമാകുന്ന ഘട്ടത്തിൽ ചില ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. മതസ്പർദ്ധ ഉണ്ടാകുന്ന പ്രസംഗം നടത്തി മറുഭാഗത്ത് 2 പരാതി UDF കൊടുക്കുന്നു. ഇത്തരം ആരോപണങ്ങൾ അങ്ങേക്കെതിരെ വരുമ്പോൾ അത് ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പ് ബാധിക്കുമെന്നാണ് കരുതുന്നത്? അവരിപ്പോൾ കൊണ്ടുവന്ന ആക്ഷേപങ്ങളെല്ലാം എനിക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. ആദ്യം ഒരു സംഘിവൽക്കരണം പറഞ്ഞു, ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ പോയി വലിയ തോതിൽ പ്രചരണം നടത്തി, മുസ്ലിം പള്ളികളിൽ പോയി അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റുമാരെയും അവിടുത്തെ ഇമാമുമാരെയും ഒക്കെ കണ്ട് പച്ച വർഗീയത പറയുകയാണ്. BJP പോവും, ഞാൻ RSSകാരനാണ്, BJPയെ നിർത്തിയിരിക്കുന്നത് ഞാൻ. ഈ നിലയിൽ ബാലിശവും നിലവാരവുമില്ലാത്തതുമായിട്ടുള്ള പ്രസ്താവന. അപ്പോൾ അവർ എന്ത് വില കൊടുത്തും തോൽപ്പിക്കണം. അതൊരു ശരിയായ സമീപനമല്ലല്ലോ. എങ്ങനെയും തോൽപ്പിക്കണം, ജനാധിപത്യപരമായി മത്സരത്തിലൂടെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ശരി. എങ്ങനെയും തോൽപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഏത് അവിഹിതമായ മാർഗം ഉപയോഗിച്ചും തോൽപ്പിക്കണമെന്ന് അതിൻ്റെ അർത്ഥം. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഒരു ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്ന CPMൻ്റെ ഇന്നത്തെ ഒരു അവസ്ഥ. വ്യക്തിഹത്യയിലൂടെ, അപവാദ പ്രചരണത്തിലൂടെ അപകീർത്തിപ്പെടുത്തി രാഷ്ട്രീയമായി വ്യക്തിഹത്യ നടത്തി ഇല്ലാതാക്കുക ഒന്ന്. അതിന് കഴിയുന്നില്ലെങ്കിൽ സമ്പത്ത് ഉപയോഗിച്ചിട്ട് ഏത് വിധേനയും പരാജയപ്പെടുത്തുക. ഈ തരത്തിലുള്ള ഒരു ശൈലി ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമാണോ? എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണമെന്ന് ഉന്നതരായിട്ടുള്ള CPMൻ്റെ നേതാക്കന്മാർ പറയുന്നത് യുക്തിസഹമാണോ? അങ്ങനെ എന്ത് വില കൊടുത്തും ഏത് അവിഹിത മാർഗത്തിലൂടെയും പരാജയപ്പെടുത്തണമെന്ന് പറയുന്നത് തന്നെ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള സമീപനമല്ലേ? ഹൃദയം തൊട്ടണി വിരലാൽ ചാർത്താം വിജയക്കുറി തിരുനെറുകിൽ. വിജയക്കുറി തിരുനെറുകിൽ. NK പ്രേമചന്ദ്രൻ. KN ബാലഗോപാൽ ജില്ലാ സെക്രട്ടറി ആയിരിക്കെയാണ് കൊല്ലത്തെ നിയമസഭാ മണ്ഡലങ്ങൾ ഇടതുപക്ഷം തൂത്തുവാരിയത്. ഇതിന് ചുക്കാൻ പിടിച്ച ബാലഗോപാൽ തന്നെ സ്ഥാനാർത്ഥിയായെത്തുമ്പോൾ വിജയം ഒട്ടും അകലെയല്ലെന്ന് ഇടതുപക്ഷം കണക്കുകൂട്ടുന്നു. മുഖത്തല പഞ്ചായത്തിലെ വിവിധയിടങ്ങളിലാണ് KN ബാലഗോപാലിന്റെ ഇന്നത്തെ പ്രചാരണം. സ്വീകരണ സ്ഥലങ്ങളിൽ BJP വിമർശിച്ചും ഇടതു സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞുമാണ് ബാലഗോപാലിന്റെ പ്രസംഗം. BJP അധികാരത്തിൽ നിന്ന് പോകണം എന്നുള്ള ഏറ്റവും ശക്തമായ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള ഏറ്റവും മുന്നിലെ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. അതിന് പകരം ഒരു മതനിരപേക്ഷ ഗവൺമെന്റ് ഉണ്ടാകണം. ഇടതുപക്ഷത്തിന് അംഗസംഖ്യ പരമാവധി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ മതനിരപേക്ഷ ഗവൺമെന്റ് രൂപീകരണമെന്ന് ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാവും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിൽ വളരെ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടത്. നമ്മുടെ രാജ്യത്തിന്റെ സങ്കല്പങ്ങളും സ്വപ്നങ്ങളും സ്വാതന്ത്ര്യ സമര സങ്കല്പങ്ങളും എല്ലാം സാംശീകരിക്കാനുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തിൽ രാജ്യത്തെ വിഘടനത്തിന്റെയും വിഭജനത്തിന്റെയും വിവിധ തരത്തിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഐക്യത്തിനെ തകർക്കാനുള്ള ശ്രമങ്ങളുടെ എല്ലാം ഭാഗമായി നടക്കുന്ന ശ്രമങ്ങൾക്കെതിരെ രാജ്യത്തിന്റെ തൊഴിലില്ലായ്മയും രാജ്യത്തെ ഏറ്റവും കടുത്ത കാർഷിക പ്രതിസന്ധിയും എല്ലാം ഉണ്ടാക്കുന്ന നയങ്ങളുടെ പ്രചാരകരായ BJPക്കെതിരായിട്ടുള്ള അതിശക്തമായ പ്രചരണമാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. പ്രചാരണം ഉച്ചസ്ഥായിലേക്ക് എത്തിയിരിക്കുകയാണല്ലോ, എന്താണ് ഈ സമയത്ത് തോന്നുന്നത്? പ്രചരണം പരമാവധി ആളുകളിലേക്ക് എത്തുന്ന 3ാം ഘട്ട പ്രചരണമാണെന്ന് പറയാം. ഇപ്പോൾ സ്വീകരണങ്ങൾ, ആളുകളെ പോയി നേരിട്ട് കണ്ട് വോട്ട് ചോദിക്കുന്ന പൊതുയോഗങ്ങൾ,
അത് വളരെ എല്ലാ സ്ഥലത്തും ആളുകൾ കൂടുകയും ആളുകളുടെ പൊതുവിലുള്ള പ്രതികരണം കണ്ടാൽ മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട്. വളരെ അനുകൂലമായി ഇടതുപക്ഷ മുന്നണിക്ക് വളരെ അനുകൂലമായ ഒരു പ്രതികരണമാണ് കാണുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ മുന്നണിയുടെ വിലയിരുത്തലും അങ്ങനെയാണ്. ജനങ്ങൾ വളരെ അനുകൂലവും സന്തോഷകരവുമായ പ്രതികരണമാണ്. വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. പിന്നെ തീർച്ചയായിട്ടും വളരെ നല്ല വിജയം ഇടതുപക്ഷ മുന്നണിക്ക് നമ്മുടെ സംസ്ഥാനത്തുണ്ടാവും. കൊല്ലം മണ്ഡലത്തിലും വളരെ മെച്ചപ്പെട്ട തരത്തിലുള്ള പിന്തുണയാണ്. നല്ല വിജയം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ്. നമ്മുടെ പ്രിയപ്പെട്ട സാരഥിയുടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും അടിമവർഗത്തിന്റെ മോചന ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം അത് വെറുമൊരു ചിഹ്നമല്ലൊരു പുതിയ ലോകത്തിന് അടയാളമായി ലോകമോചന ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. ബാലസൂര്യൻ പോലുദിക്കയണിന്നിതാ കെ.എൻ. ബാലഗോപാൽ കൊച്ചു കേരള പാർലമെന്റിനായി നൽകുന്ന നേരിന്റെ പേരാണ് ബാലഗോപാൽ. സഖാവ് കെ.എൻ. ബാലഗോപാൽ, ബാലഗോപാൽ, സഖാവ് കെ.എൻ. ബാലഗോപാൽ. എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങളായിട്ട് നിങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്? അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ പൊതുവെ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമാണ്. പരമാവധി വോട്ടുകൾ ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ചെയ്യാൻ ജനങ്ങൾ തയ്യാറാണ്, അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്നു. ഞങ്ങളോട് വലിയ സ്നേഹപൂർണ്ണമായ പെരുമാറ്റമാണ്. അതുതന്നെയാണ് ഏറ്റവും അനുകൂല ഘടകം. ഈ പ്രചാരണങ്ങൾ സജീവമായിരിക്കെ നിരവധി ആരോപണങ്ങളെല്ലാം ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ പോസ്റ്ററിന്റെ പേരിൽ പുതിയൊരു ആരോപണം വന്നിട്ടുണ്ട്. അതിൽ എത്ര എണ്ണമാണെന്ന് അത് ചൂണ്ടിക്കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ള അത്തരം ആരോപണങ്ങൾ എങ്ങനെയാണ്? അങ്ങനെയുള്ള ആരോപണം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു തന്നെ ഇല്ല. സത്യത്തിൽ എല്ലാം നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്യാൻ അറിയുന്നവരാണ് എല്ലാം. അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് അത്തരം കാര്യങ്ങളെല്ലാം നിയമപരമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കും. നിയമപരമായിട്ടല്ലാതെ ഒരു കാര്യവും അത്തരം കാര്യങ്ങളില്ല. ആരോപണങ്ങളൊക്കെ പല ആരോപണങ്ങളും അടിസ്ഥാനരഹിതമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരും. സ്വീകരിക്കേണ്ട എല്ലാ സഹായങ്ങളും സ്വീകരിക്കണം. കൊണ്ടും കൊടുത്തും ഈ കൊച്ചു മലയാൺമതൻ ഇല്ലാമനെന്നും ഈ കൊല്ലം കൊണ്ടും കൊടുത്തും ഈ കൊച്ചു മലയാൺമതൻ ഇല്ലാമനെന്നും ഈ കൊല്ലം കൊല്ലം ഈ ഭാരത മണ്ണിന് അഭിമാന സ്തംഭമായി എന്നും നിവർന്നു നിൽക്കാൻ നിത്യസാന്നിധ്യമായി മുന്നിൽ നിന്നിടണം നിസ്തുലനായ സഖാവ് കെ.എൻ. ബാലഗോപാൽ, സഖാവ് ബാലഗോപാൽ. ശക്തമായ ഒരു മത്സരമാണെന്നാണ് ആളുകൾ പറയുന്നത്. പൊതുവെ ഒരു വിലയിരുത്തൽ. കാരണം സിറ്റിംഗ് MP ആണ് തൊട്ട് അപ്പുറത്ത് മത്സരിക്കാനുള്ളത്. ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ തന്നെ ആയിരിക്കും ഉണ്ടാവുന്നത്. ശക്തമായ മത്സരമാണ്. ഇടതുപക്ഷത്തിന് അനുകൂലമായ പൊതുവായ വികാരവും പിന്തുണയുമാണ് കാണുന്നത്. ഈ ജില്ലയിലെയും മണ്ഡലത്തിലെയും പൊതുവായ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരവും പ്രവണതയുമാണ് തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് ഞങ്ങൾ. നല്ല മത്സരത്തിൽ കൂടി എല്ലാവരെയും കണ്ട് എല്ലാവരോടെയും വോട്ട് അഭ്യർത്ഥിച്ച് വിനയപൂർവ്വം ആ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അനുകൂലമായ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്.
യൗവനം നാടിനായി നൽകിയോൻ നന്മതൻ ചെമ്പനീർ പൂവായി വിരിഞ്ഞു നിന്നോൻ. യൗവനം നാടിനായി നൽകിയോൻ നന്മതൻ ചെമ്പനീർ പൂവായി വിരിഞ്ഞു നിന്നോൻ. മാനസ സേവനം മാത്രം മണ്ണിന്റെ ജീവനമന്ത്രമെന്നറിയുന്ന പോരാളി. നമ്മെ നയിക്കുവാൻ നമ്മൾ കണ്ടെത്തുന്ന നമ്മുടെ നാടിന്റെ പ്രിയ സാരഥി അരിവാൾ ചുറ്റിക നക്ഷത്രവും ആ നക്ഷത്ര ദീപ്തിയണി സഖാവ് ബാലഗോപാൽ KN ബാലഗോപാൽ KN ബാലഗോപാൽ. ന്യൂനപക്ഷ മോർച്ച ദേശീയ സെക്രട്ടറി KV സാബുവാണ് കൊല്ലത്തെ NDAയുടെ സ്ഥാനാർത്ഥി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ശതമാനം ഉയർത്താനായതിൽ പ്രതീക്ഷ വെച്ചാണ് NDAയുടെ പ്രചാരണം. നേട്ടമുണ്ടാക്കാനാകുമെന്ന് തന്നെയാണ് NDAയും കണക്കുകൂട്ടുന്നത്. നാം ഒന്നിച്ച് വോട്ടുകൾ ചെയ്യണം. അഡ്വക്കേറ്റ് KV സാബുന് താമരയിൽ വോട്ടുകൾ നൽകണം. നിലമേൽ പഞ്ചായത്തിലെ പ്രചാരണത്തിന് ശേഷം കടക്കൽ പഞ്ചായത്തിലാണ് KV സാബുവിന്റെ പ്രചാരണം. നാം ഒന്നിച്ച് വോട്ടുകൾ ചെയ്യണം. KV സാബുവിന് താമരയിൽ വോട്ടുകൾ നൽകണം. NDAക്ക് വിജയം നൽകണം. മോദി ഭരിക്കണം. ഭാരതത്തിൽ നന്മ നിറഞ്ഞിടാ. സ്വീകരണ സ്ഥലങ്ങളിൽ മോദി സർക്കാരിന് തുടർച്ചയ്ക്കായുള്ള വോട്ടഭ്യർത്ഥനകൾ. താമരയിൽ വോട്ടുകൾ നൽകണം. NDAക്ക് വിജയം നൽകണം. മോദി ഭരിക്കണം. എന്തൊക്കെയാണ് അനുകൂല ഘടകങ്ങളായിട്ട് നിങ്ങൾ കാണുന്നത്, BJP കാണുന്നത് കൊല്ലം മണ്ഡലത്തിൽ? അനുകൂല ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 1,38,000 വോട്ടുണ്ട്. ലോക്കൽ ബോഡി ഇലക്ഷന് അത് 1,70,000 വരും. അപ്പോൾ ഞങ്ങളുടെ ബേസ് വോട്ട് എന്ന് പറഞ്ഞത് 1,50,000. തർക്കമില്ലല്ലോ. ഇന്നറിയാം, ഇന്ത്യയിൽ കേരളത്തിൽ ആദ്യമായിട്ടാണ് 4 സീറ്റ് മതന്യൂനപക്ഷങ്ങൾക്ക് BJP കൊടുക്കുന്നത്. കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 1 സീറ്റാണ് ഞാൻ മത്സരിച്ചത്. അതിന് മുമ്പ് 1 സീറ്റ് അതും ഞാനാണ് മത്സരിച്ചത്. ഈ പ്രാവശ്യം 4 സീറ്റുകളിൽ മതന്യൂനപക്ഷങ്ങൾ മത്സരിക്കുന്നു എന്നുള്ളതാണ്. തന്നെയുമല്ല, മതന്യൂനപക്ഷങ്ങൾ കഴിഞ്ഞ 7 പതിറ്റാണ്ടായി ആവശ്യപ്പെട്ടിരുന്നതാണ് കൊല്ലത്തെ തീരദേശത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ഒരു വകുപ്പ്. അത് മോദി ഗവൺമെന്റിന്റെ കാലഘട്ടം വേണ്ടി വരുന്നു ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു പ്രത്യേക ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു 2.25-3 ലക്ഷത്തോളം അടുത്ത് വരുന്ന മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഒരു വലിയ ശതമാനം BJPക്ക് അനുകൂലമായി തിരിയും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. തോൽക്കുമെന്നു പേടിച്ചു ചിലർ വടക്കുന്നു തെക്കോട്ടേക്കോടിടുന്നു. തോൽക്കുമെന്നു പേടിച്ചു ചിലർ വടക്കുന്നു തെക്കോട്ടേക്കോടിടുന്നു. ഇരുപക്ഷവും ഒന്നായി നിന്നിട്ട് നാട്ടാരെ പറ്റിക്കാൻ നോക്കിയിടുന്നു. ഇരുപക്ഷവും ഒന്നായി നിന്നിട്ട് നാട്ടാരെ പറ്റിക്കാൻ നോക്കിയിടുന്നു. നാം ഒന്നിച്ച് വോട്ടുകൾ ചെയ്യണം. KV സാബുവിന് താമരയിൽ വോട്ടുകൾ നൽകണം. ശക്തമായ പോരാട്ടത്തിനായി കൊല്ലം തയ്യാറെടുത്തു കഴിഞ്ഞു. വലിയ ആവേശത്തിലാണ് മുന്നണികൾ. പക്ഷേ കൊല്ലത്തിൻ്റെ മനസ്സറിയാൻ, ഈ മണ്ഡലം ആർക്കൊപ്പം നിൽക്കുമെന്നറിയാൻ മെയ് 23 വരെ കാത്തിരിക്കേണ്ടി വരും.